ഒരു പ്രത്യേക സാഹചര്യത്തിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പാർലമെന്റിൽ ഈ സംസ്ഥാനങ്ങളിലെ എംപിമാരൊക്കെ അവരവരുടെ സംസ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ തുടക്കത്തിൽ പാർലമെന്റിൽ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ ഒരു സാങ്കത്യം, അതിന്റെ ഒരു അനൌചിത്യം അത് ചോദ്യമായി നിൽക്കുകയാണ്. അപ്പൊ ഇത് പടിപടിയായി ഇങ്ങനെയുള്ള ആശങ്കകൾ ചെറുതാണ് എന്നൊരുപക്ഷെ ദൂരെ നിൽക്കുന്നവർക്ക് തോന്നുമെങ്കിലും ഇതനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വലിയ അസ്വസ്ഥതയാണ്. ചുരുക്കത്തിൽ BJPയുടെ അകൽച്ച ഇല്ലാതായി തുടങ്ങിയിരുന്ന ക്രൈസ്തവ സഭകളെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം അകറ്റുകയാണ്. എതിർപ്പ് പ്രസ്താവനയായി അറിയിക്കുന്നതിനപ്പുറം കർശന മുന്നറിയിപ്പായി നൽകാനും സഭാ നേതൃത്വം തയ്യാറാകുന്നുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിൽ അത് തിരുത്താം, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാം, അതൊക്കെ തയ്യാറാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ഇതെല്ലാം ഏറ്റെടുക്കുമെന്ന് പറയുന്നത് ഒരുതരം ഏകാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലുള്ള ഒരു പ്രവണതയിലേക്കാണ് ഇത് പോകുന്നത്. പൊളിറ്റിക്കൽ സെറ്റ്ബാക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെ വന്നു, ഈ ഇലക്ഷനകത്ത് അതുണ്ടാകുമെന്നൊന്നും പറയാനായിട്ട് ഞാൻ പറ്റത്തില്ല. ലോങ് ടൈമിൽ ഉണ്ടാവാം. കാരണം ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ അറിവാണ്. ഇന്ന് വരെ ഗവൺമെന്റിന്റെ പക്ഷത്തുനിന്ന് CBC ആയിട്ടോ അല്ല ക്രൈസ്തവ സംഘടനകളായിട്ട് ഇതുവരെ ഒരു ഡിസ്കഷനോ ഒരു അഭിപ്രായ പ്രകടനങ്ങളോ നടത്തിയിട്ടില്ല. ഇതൊരു പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ ആ രീതിയിൽ തന്നെ കാണണം, അല്ലാണ്ടൊരു ക്രൈസ്തവ സംഘടനയുടെ അല്ല ക്രൈസ്തവ സഭയുടെ ഒരു പ്രശ്നമായിട്ട് ഇത് കാണരുത്. എന്നാൽ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. As a Minister for Minority Affairs, I have fully gone through the provisions of the Act and I have already assured various organizations who have come to me that the minorities are very safe in India. In fact, India is the safest nation for all the minorities in the world. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.